ഫ്രണ്ട്സ്, ടൈം ഡയർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് വാരച്ചാൽ ഫോറസ്റ്റിലൂടെയാണ്. ആക്ച്വലി നമ്മൾ മുമ്പ് ഷൂട്ട് ചെയ്ത വേറെ ഒന്നുമല്ല, നേരത്തെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിരപ്പള്ളി മുതൽ വാരച്ചാൽ വരെ നേരത്തെ വന്ന സമയത്ത് നമുക്ക് മറ്റേ വാരച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ലായിരുന്നു, കാരണം റോഡ് മെയിൻ്റെനൻസ് കാരണം. അപ്പം നമ്മളിത് വാരച്ചാൽ ഫോളിലേക്ക് എത്തി. ഇവിടുന്ന് നേരെ നമ്മളിനി പോകാൻ പോകുന്നത് മലക്കപ്പാറ വാൽപ്പാറയിലേക്കാണ്. അപ്പം നമുക്ക് ചെക്ക് പോസ്റ്റിൽ നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം, പാസ് കിട്ടണം. അപ്പോൾ നമുക്ക് പാസിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ വാൽപ്പാറയിലോട്ട് പോകാൻ പോകണേ. അപ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ നമുക്കിപ്പോൾ പാസ് കിട്ടും. അപ്പോൾ ഇതാണ് ഏരിയ കേട്ടോ. നമ്മളെന്തായാലും വാൽച്ചാല വാട്ടർഫോളിലോട്ട് പോകുന്നില്ല, ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് കാട്ടുകൂടി പോകാം. കാട്ടുമൃഗങ്ങളെ കാണോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം, യാതൊരു ഉറപ്പില്ല. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു പാസ് ഓടിക്കുകയാണ്. അപ്പോൾ ടൈം വരുന്നത് 6 മണിയാണ്. ബൈക്കാർക്ക് നിർത്തുന്നതിന് പോകാൻ പറ്റത്തില്ല, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതാ പാസിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. പാസ് എടുക്കുകയാണ്. പേര് സുജിത്ത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ വനത്തിൻ്റെ കുറച്ച് റൂൾസൊക്കെ പാലിക്കണം. കാരണം നമ്മുടെ കൂടുകൂട് ഭയങ്കര സൗണ്ടുള്ള വണ്ടിയൊന്നും അലൗഡ് അല്ല. പിന്നെ കാട്ടിനകത്തോട്ട് പ്രവേശിക്കരുത്, വെള്ളത്തിലിറങ്ങരുത്, മൃഗങ്ങളെ ഉപദ്രവിക്കരുത്. നമ്മൾ സേഫ് സോണിൽ തന്നെ പോവുക, അല്ലെങ്കിൽ പണി കിട്ടും. ഫോറസ്റ്റ് നമുക്ക് കേസ് എടുക്കും. നമ്മൾ സേഫ് സോണിലോട്ട് തന്നെ നമ്മൾ പോവുക. അങ്ങനെ നമ്മളിത് വനത്തിനകത്തോട്ട് പ്രവേശിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുംവനം എന്ന് പറഞ്ഞാൽ കൊടുംവനമാണ്. അപ്പോൾ നമ്മളിത് വാരച്ചാൽ ചെക്ക് പോസ്റ്റിനകത്ത് ഒരു ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കാടിനെ പൊളി കാഴ്ചയാണ്. ആക്ച്വലി നമ്മൾ നേരത്തെ വന്ന സമയത്ത് അകത്തേക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു കിടിലൊരു സ്കൂൾ നമ്മൾ കണ്ടായിരുന്നു. എന്തായാലും അടിപൊളി സ്കൂളാണ് കേട്ടോ, അടിപൊളി. അതിരപ്പള്ളിയിലത്തുള്ള അതിരപ്പള്ളി വാരച്ചാലുള്ള ഒരു കിടിലൻ സ്കൂള്. അപ്പോൾ നമ്മളിപ്പോൾ വനത്തിലോട്ട് പ്രവേശിക്കാൻ പോകണം. ഈ ഭാഗത്തൊക്കെ ഒത്തിരി ട്രൈബൽസിൻ്റെ ഏരിയ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മളിത് ഓൾമോസ്റ്റ് കാണാത്തോട്ട് പ്രവേശിച്ചു. അപ്പം നമുക്ക് ഈ റോഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ നോക്കി കേൾക്കാം കേട്ടോ. സംസ്ഥാന പാത 21 SH 21 അല്ലെങ്കിൽ ചാലക്കുടി മലക്കപ്പാറ റോഡ് ഇന്ത്യയിലെ കേരളത്തിലെ ഒരു സംസ്ഥാന പാതയാണ്. ഇത് ചാലക്കുടിയിൽ നിന്ന് ആരംഭിച്ച് തമിഴ്നാടിന്റെ അതിർത്തിയിൽ മലക്കപ്പാറയിൽ അവസാനിക്കുന്നു. ഷോളയാർ റിസർവോയറിലൂടെ ഭൂരിഭാഗം ഭാഗവും കടന്നുപോകുന്ന റോഡിന് 86.0 കിലോമീറ്റർ 53.4 മൈൽ നീളമുണ്ട്. ഏറ്റവും മനോഹരമായ മഴക്കാടുകളിലൂടെ കടന്നുപോകുന്ന ഇത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രകൃതിരമണീയമായ റൂട്ടുകളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്നു. 2 അതിരപ്പള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും ഈ റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് തമിഴ്നാട്ടിലെ വാൽപ്പാറ പൊള്ളാച്ചി റോഡുമായി ബന്ധിപ്പിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ റൂട്ടിനെ പറ്റി ഡീറ്റെയിൽസ് കേട്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പാസിന് ഫീ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബൈക്കിനും കാറിനും ഫ്രീ തന്നെയാണ്. പക്ഷേ നമ്മൾ ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ആക്ച്വലി 2.5 മണിക്കൂർ മതി ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാനുണ്ട്. നമ്മുടെ വാരച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും നേരെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് പ്രവേശിക്കാനായിട്ട് ഏകദേശം 2.5 മണിക്കൂറാണ് സമയം വേണ്ടത്. കാരണം നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല, റോഡ് അത്ര വീതിയില്ല. പിന്നെ നമ്മൾ സ്പീഡിൽ പോകാൻ പറ്റത്തില്ല, കാരണം കാട്ടുമൃഗങ്ങൾ ഏത് സമയത്തും കാണാൻ പറ്റും. പിന്നെ വെച്ചാൽ നമ്മൾ വന്ന് ചൂട് സമയമായതുകൊണ്ട് കാട്ടുമൃഗങ്ങളെ കാണാൻ പറ്റുമെന്നാണ് അവിടുത്തെ ചേട്ടന്മാർ അല്ലെങ്കിൽ പിന്നെ ഫോറസ്റ്റിലെ ഗൈഡുകാർ പറഞ്ഞത്. കാരണം കാട്ടിൽ വെള്ളമില്ലെങ്കിൽ സാധനം പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞത്. അപ്പോൾ മിക്കവാറും കാട്ടാനെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏതാ വാരച്ചാലിലുള്ള ഒരു വാട്ടർഫോളിൻ്റെ പാലത്തിൻ്റെ ഭാഗത്തേക്ക് എത്താറുണ്ടോ. അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു കിടുക്കാച്ചി കാഴ്ച കാണാം. പിന്നെ ഈ ഭാഗത്ത് എപ്പോൾ വേണമെങ്കിലും മൃഗങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. സേഫായിട്ട് പോകാൻ നമുക്ക് കണ്ട എല്ലായിടത്തും ആനിമൽ ക്രോസിംഗ് എന്നുള്ള ബോർഡ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ വാരച്ചാലിലെ ബ്രിഡ്ജിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഇതാണ് ആ ബ്രിഡ്ജ്, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ്. ഈ ഇപ്പുറം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. അയക്കാറ് അത് എന്ന് നമുക്ക് ഗൂഗിൾ മാപ്പ് ചെയ്ത് നോക്കേണ്ടി വരും, കാരണം ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും നോക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മളിത് ആ പാലത്തിലൊന്ന് വ്യൂ നോക്കണം, കാരണം വല്ല മൃഗങ്ങളെ സ്പോട്ട് എന്ന് പറയാനായിട്ട്. കാരണം ഈ പാലത്തിൽ നോക്കുമ്പോൾ തന്നെ ചില സമയത്ത് മുതലയെ കാണാമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആ പാറയുടെ മുകളിലൊക്കെ ഇല്ലേ, ആ കാണുന്ന പാറയുടെ മുകളിലൊക്കെ മുതലക്കുട്ടന്മാർ നിൽക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. കാരണം ചില വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അങ്ങനെ നമ്മളിതാ അപ്പുറ കടയിലോട്ട് പ്രവേശിച്ചു. മേടിച്ചോണ്ട് പോട്ടോ. അപ്പോൾ നമ്മളിത് ഒരു കുഴങ്ങൂട്ടനെ കണ്ടായിരുന്നു. മങ്കി ഹലോ. നമ്മുടെ കയ്യിൽ ഭക്ഷണമൊന്നുമില്ല, ഭക്ഷണം കൊടുക്കത്തില്ല, കാരണം ഫീഡ് ചെയ്യാൻ പാടില്ലെന്നാണ് ആശാൻ നമ്മളെ നില കിട്ടുന്ന നിൽക്കുന്നത്. എന്തായാലും മഞ്ചേമായിട്ട് ഇടങ്ങിയ കുഴങ്ങാണ്ടോ, കാരണം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അടുത്ത് നിൽക്കണ്ടേ.
പിന്നെ ഇത് ഇവിടെ നിന്നാണ് കൂടുതലും മൃഗങ്ങളെ സൈറ്റും കിട്ടണത്. ഈ പാറയുടെ മുകളിലൊക്കെ മുതലക്കൂട്ടന്മാരുണ്ടാവും. പക്ഷെ നമ്മ വന്നപ്പോൾ ഒന്നിനെ ഞാൻ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമ്മളിതാ പോകുന്നു. കാരണം അതിൻ്റെ ഇവിടെ നിൽക്കാൻ പാടില്ല, നിന്നാൽ പണി കിട്ടും. കാരണം നമ്മുടെ സേഫ്റ്റി നോക്കണം, ഫോറസ്റ്റുകാരുടെ റൂൾസ് നോക്കണം. അപ്പോൾ ഇതാ പോവുകയാണേ. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ കരടിക്കുട്ടനെ കണ്ടിട്ടുണ്ട്. അതിൽ വളരെ റെയർ ഇടത്തിലും കാണാറുള്ളൂ. പിന്നെ പുലിക്കുട്ടന്മാരും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ സമയത്ത് പുലിക്കുട്ടന്മാരെ കിട്ടുന്നത് റെയറാണേ. പക്ഷേ ചില വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ക്യാമറയിൽ എന്തായാലും നിങ്ങളൊന്നും കിട്ടിയില്ല, നമ്മളെ കണ്ണുകൊണ്ടും കണ്ടില്ലായിരുന്നു. എന്തായാലും പോകുന്തോറും വല്ല കാട്ടുമൃഗങ്ങളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ചൂട് സമയമാണ്, അതുകൊണ്ട് വെള്ളമില്ലാത്തതുകൊണ്ട് ഇറങ്ങാൻ ചാൻസും ഉണ്ട് റോഡിലോട്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മുടെ മാമലക്കണ്ടം കളമ്പാശ്ശേരി വന്ന് മാങ്കുളം ആനക്കുളം പോകും. ആലോചിച്ച് പോകുമ്പോൾ അത്രയ്ക്ക് ടിക്കറ്റ് തോന്നുന്നു. അതാണ് ഹെവി ഫോറസ്റ്റ് റോഡ്. നമ്മളപ്പോൾ എളമ്പ്ലാശ്ശേരി ചെക്ക് പോസ്റ്റിൽ നിന്ന് നേരെ മാമലക്കണ്ടം വഴി എളമ്പ്ലാശ്ശേരി ചെക്ക് പോസ്റ്റിൽ നിന്ന് നേരെ നമ്മുടെ മാങ്കുളം ആനക്കുളം ഭാഗത്തേക്ക് പോയി 25 കിലോമീറ്റർ കൂടുംബത്തിലൂടെ. ആക്ച്വലി ഇതിൻ്റെ അപ്പുറം സൈഡ് ആണെങ്കിലും നമുക്ക് റോഡിലൂടെ അതിനെ വഴിയില്ല, കാട്ടിലൂടെ വഴിയുള്ളത്. എന്താണ്ട് 20 കിലോമീറ്റർ അങ്ങാണ്ടുള്ളൂ കാട്ടിലൂടെ ദൂരം. പക്ഷെ നമുക്ക് അതിൽ പോകാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. എന്തായാലും ആ വനം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ തിക്കായിട്ട് തോന്നുന്നില്ല. അതൊരു രക്ഷയുണ്ട്. അതിൻ്റെ വീട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ദയവായി അത് കാണണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ നമ്മളെ യാത്ര പൊളിയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു കിടിലൻ പുഴ കാണാൻ പറ്റും. ആക്ച്വലി മുതലകളെ കാണാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ്. മുതല മാത്രമല്ല എല്ലാ കാട്ടുമൃഗങ്ങളും ഉണ്ടാവും. പക്ഷേ ആനിമൽ സൈറ്റിംഗ് ലക്കാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. ചില ഭാഗത്തൊക്കെ ആനപ്പിണ്ടവും കാണുന്നുണ്ട് കേട്ടോ. ഫ്രഷ് ആനപ്പിണ്ടവും കാണുന്നുണ്ട്, പഴയ ആനപ്പിണ്ടവും കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ നീങ്ങി നേരെ മലക്കപ്പാറ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞെങ്കിൽ വാൽപ്പാറയാണ്. പിന്നെ നമ്മൾ വന്നത് കലാല എസ്റ്റേറ്റ് ആയതുകൊണ്ട് നമുക്ക് ചാലക്കുടി നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കാരണം കലാല എസ്റ്റേറ്റ് നമുക്ക് ഷോർട്ട് കട്ട് വേയാണ്. പിന്നെ റോഡ് കണ്ടീഷൻ കുറച്ച് മോശമാണ്. ഇപ്പം നമ്മൾ പോകുന്ന ഈ റോഡ് വലിയ കുഴപ്പമില്ല. എന്തായാലും എന്തോരം വരുന്ന കാരോട് നമുക്ക് കണ്ടറിയാം. കഴിഞ്ഞ കൊല്ലം വന്ന സമയത്ത് റോട്ടാറിയും കാറോട് നമുക്ക് ഇതിലേ പോകാൻ പറ്റാനത്. എന്തായാലും നമ്മുടെ വാരിച്ചാലിനെ പറ്റിയുള്ള വീഡിയോ അതിലെപ്പോഴും വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു. എന്തായാലും ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ അതിന് പുഴയിലേക്കൊന്നും ഇറങ്ങരുത്. കാരണം മുതലക്കൂട്ടന്മാരെ എപ്പോഴും ആ ഭാഗത്ത് ഉണ്ടാവുമെന്നാണ് അറിയാൻ പറ്റിയിരുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക. എന്തായാലും റോഡിൻ്റെ വീതി കൂട്ടാനുള്ള പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ചില ഭാഗത്തൊക്കെ ചെത്തി വീതി ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പണ്ട് വന്ന ഇത് നല്ല രീതിയിൽ മാറ്റം ഈ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടേ. ഒരു രക്ഷയില്ല, വേറെ ലെവൽ തന്നെ, അടിപൊളി കേട്ടോ. പക്ഷേ മലക്കപ്പാറ എത്തുമ്പോൾ നമുക്ക് കാണാം കാട്ടുമൃഗങ്ങളെ കാണുമില്ല എന്നുള്ളത്. എന്തായാലും നമ്മുടെ ആനക്കുളം വഴി നേരെ നമ്മുടെ എളമ്പ്ലാശ്ശേരി മാമലക്കണ്ടം കാരുടെ പോകുമ്പോഴത്തേക്കും അത്രയും തിക്നെസ് ഇതിനകത്ത് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ട്രക്കിംഗ് ഉള്ളത്, വാൽച്ചാലില്ല. ഇവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. എന്തായാലും നമ്മളങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് ഭാവിയിൽ ചെയ്യാൻ നോക്കാം. ഒരാൾക്ക് 1000 രൂപ തോന്നും ട്രക്കിംഗ് കാട്ടിലേക്ക് 12 കിലോമീറ്റർ അതോട്ട്. എന്തായാലും ആ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. എന്തായാലും ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളിതാ വനത്തിൻ്റെ ഉള്ളിലേ തന്നെയാണ്. ഇവിടെയൊക്കെ ചില ഭാഗത്തൊക്കെ ബിൽഡിംഗ് ഉണ്ട്. എന്തായാലും അടിപൊളിയാണ്. ഇനി ഇതിനകത്ത് ഒരു അമ്പലപ്പാറ ഐബി ഉണ്ട്. അവിടെ താമസിക്കുന്ന വല്ലാത്തൊരു ക്രേസാണ്. എന്തായാലും ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ നോക്കാം. കാരണം KSTBയിലുള്ള പഴിച്ചുള്ളവരും വേണം അവിടെ താമസിക്കാനായിട്ട്. എന്തായാലും നമ്മൾ ഇത്രയും പോകുന്ന റോഡ് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫുള്ളി റോഡ് നല്ല കണ്ടീഷനിലെന്നാണ് അറിയാൻ പറ്റിയായിരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്തോരം വരെ നല്ല റോഡുണ്ടെന്നുള്ളത്. എന്തായാലും അടിപൊളി റൂട്ടാണ്. പക്ഷേ നമ്മളാ എളമ്പ്ലാശ്ശേരി മാമലക്കണ്ടം പോയപ്പോൾ എളമ്പ്ലാശ്ശേരി മാമലക്കണ്ടം ആനക്കുളം മൂന്നാർ വന്ന റൂട്ടിൽ പോയപ്പോഴത്തേക്കും നമുക്ക് ഇത് അത്രയ്ക്ക് കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം അത് ഭയങ്കര തിക്കി ഹെവി ഫോറസ്റ്റാണ്. അത് ഭയങ്കര ആനച്ചാലാണ്. എന്തായാലും ഇവിടെ ഇപ്പം അത്രയ്ക്ക് വനം പോലെ തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് പാർട്ട് വൈൻഡപ്പ് ചെയ്യുവാണെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ. ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, പറ്റുമോ നിങ്ങളുടെ ഫ്രണ്ട്സുകളൊന്ന് ഫോർവേഡ് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.